ഹായ് ഫ്രണ്ട്സ്, ഇന്നിതാ രണ്ട് തരം നെക്ക് സ്റ്റിച്ചിങ്ങുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്ന് ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും പിന്നെ ക്യാൻവാസ് ഇല്ലാതെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ സെയിം തുണിയിൽ തന്നെ രണ്ട് സെയിം മോഡൽ സെയിം സ്ക്വയർ നെക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇത് ഒന്ന് ക്യാൻവാസ് വെച്ചിട്ട് ഒന്ന് ക്യാൻവാസ് വെക്കാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കൈനൊരു ഫ്രോക്കിനെടുത്ത സെയിം തുണി തന്നെയാണ്, അതിൻ്റെ ബാലൻസ് വന്നതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞതിൽ എല്ലാത്തിലും തന്നെ ഞാൻ റൗണ്ട് നെക്കാണ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് നെക്ക് കണ്ടുകൊണ്ട് എടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സ്ക്വയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് എങ്ങനെ അളവെടുക്കുന്ന നോക്കാം. ഞാനിപ്പോൾ 5 ഇഞ്ച് വിടുത്തും അതേപോലെ 6 ഇഞ്ച് ലെങ്ത്തുള്ള നെക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതിനിപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ക്യാൻവാസ് ചെയ്യാതെയാണ് തുണിയിൽ ആദ്യം തന്നെ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ക്യാൻവാസ് ഇല്ലാതെ തയ്ക്കുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ ആദ്യം 2.5 5 ഇഞ്ചിൻ്റെ നേരെ പകുതി 2.5 അല്ലേ കഴുത്ത് വരാൻ. ഇതിപ്പോൾ നേരെ ഇങ്ങനെ മടക്കി ഒരു വശമല്ലേ വരൂ നെക്കിൻ്റെ. അപ്പോൾ 2.5 എടുക്കാതെ 2.25 കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. 4 ഇഞ്ച് തയ്യൽ തുമ്പ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2.25 ഞാൻ മാർക്ക് ചെയ്തു. 2.25 മാർക്ക് ചെയ്തിട്ട് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2.25 നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഇഞ്ച് കറക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 4 ഇഞ്ച് വെച്ചിട്ട് തയ്ക്കുന്ന ആയതുകൊണ്ടാണ് 2.25 എടുത്തത്. നിങ്ങൾ 1/2 ഇഞ്ച് വെച്ചിട്ടാണോ തയ്ക്കുന്നതെങ്കിൽ 2 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ 1/2 ഇഞ്ച് ഇവിടെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ ഉള്ളത് ആ സെയിം ലെങ്ത്ത് തന്നെ എടുക്കണം. ഇതാ നോക്കിയാൽ 4 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ താഴോട്ടേക്ക് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ 2.5 മാർക്ക് ചെയ്ത് അവിടെ ഉണ്ട്. അപ്പോൾ 4 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് സ്ക്വയർ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എങ്ങനെ അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് സെയിം ലെങ്ത്ത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം മേലയിൽ എന്തായാലും ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്ച്ചിട്ട് പോകും. അപ്പോൾ താഴെ എന്തായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ഇഞ്ച് 1/2 ഇഞ്ചോളം നമുക്ക് താഴെ കിട്ടും. അപ്പോൾ 4 ഇഞ്ചാണ് ഞാനിപ്പോൾ 4 ഇഞ്ച് വെച്ചിട്ട് അടിക്കുന്നതായിട്ട് 4 ഇഞ്ചാണ് കേട്ടോ താഴെ കിട്ടുക. പക്ഷേ 6 ലെങ്ത്താണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് 6 ഇഞ്ച് ഇപ്പോൾ 1/2 ഇഞ്ച് വെച്ചിട്ട് അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെയാ ഒരു 1/2 ഇഞ്ച് മേലെ ഇപ്പോൾ ലെങ്ത്ത് കറക്റ്റും തന്നെ വീതിയിൽ 1/2 ഇഞ്ച് കുറച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ 2.5 2 ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ. ഇനിതാ ലൈനിങ്ങും ഇതേപോലെ മടക്കി വെച്ചിട്ട് നിങ്ങൾക്ക് മടക്കുന്ന രീതി അറിയില്ലേ, കറക്റ്റ് ടോപ്പിന് പോലെ തന്നെ മടക്കിയതിന് ശേഷം ഈ സ്ക്വയർ നമ്മൾ വരഞ്ഞു കൊടുത്ത് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്നേരം നിങ്ങളിതാ കോർണർ കട്ടായി പോവാതെ 2 സൈഡ് ഓരോരോ വശമായിട്ട് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മളിപ്പോൾ നമ്മൾ ലൈനിങ് വെച്ചിട്ട് തയ്ക്കുന്നൊരു ഡ്രസ്സാണെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ആക്കുന്നത് ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതാ നല്ല വശം വെച്ചിട്ട് അടിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പീസ് വെക്കുന്നതാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ എങ്ങനെയാണ് വെക്കുക എന്നുള്ള. ആദ്യം 4 ഇഞ്ച് തയ്യൽ തുമ്പെടുത്ത് പിന്നെ 1 ഇഞ്ച് നമുക്ക് വേണ്ട വശം. ഇവിടെ നമുക്ക് നല്ല വശമായിട്ട് ഇപ്പോൾ 1 ഇഞ്ച് മാത്രമേ അവിടെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ 1/2 ഇഞ്ച് നമുക്ക് താഴെ മടക്കി അടിക്കണ്ടേ സൈഡ്, അതിന് വേണ്ടിയിട്ടുള്ള വശം. അങ്ങനെ ടോട്ടൽ 1.25 ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ താഴെ 1.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.25 എങ്ങനെ കിട്ടുക നിങ്ങൾക്ക് മനസ്സിലായില്ലേ. 4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ്, പിന്നെ 1 ഇഞ്ച് നമുക്ക് അവിടെ ആവശ്യമുള്ള വശം, പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെയാണ് 1.25 എനിക്കവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതാ സ്ക്വയർ ആക്കിയിട്ട് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതും കണ്ടിട്ടും നിങ്ങൾക്ക് നെക്കടിക്കാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ അത്രയും സ്ലോയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ കമൻ്റ് അയച്ചോളൂ. ഞാൻ ഇനിയും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് അത്രയും സ്ലോയിൽ എന്താ വെച്ചാൽ ഈസിയാണ് കേട്ടോ നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. പക്ഷേങ്കിൽ ഇത് നമ്മൾ ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണ് നെക്കെല്ലാം ഇപ്പോൾ സ്ക്വയറല്ലുള്ളത്. ചിലവർ സ്ക്വയർ അടിച്ചാൽ അത് ലാസ്റ്റ് തയ്ച്ച് വരുമ്പോഴത്തേക്ക് അത് റൗണ്ടൊക്കെ ആയിട്ട് മാറും. ആ ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ച് കറക്റ്റ് അളവാണ് കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്യുന്ന ലൈനിങ്ങും നമ്മുടെ ക്ലോത്ത് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ലൈനിങ്ങിൻ്റെ സൈഡൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒറ്റ മടക്കാണ് കേട്ടോ മടക്കുന്നത്. നമ്മൾ 1/2 ഇഞ്ചെല്ലാം അവിടെ എക്സ്ട്രാ എടുത്ത് 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കുക. ഇതൊന്നും കറക്റ്റ് നമ്മുടെ തയ്പ്പ് കറക്റ്റ് നേരെ വരണമെന്നൊന്നും ഇല്ല. ഒന്ന് വളഞ്ഞിട്ടായാലും പ്രശ്നമൊന്നുമില്ല. എന്താ വെച്ചാൽ ഇതെല്ലാം ഉള്ളിൽ പോകുന്ന വശമല്ല. എന്നാലും നമ്മൾ നേരെ എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇതിപ്പോൾ കോർണറെല്ലാം വരുന്നത് അവിടെ കുത്തിയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നോക്കി ഈ കോർണർ കറക്റ്റ് ഒരു മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ കുത്തി വെച്ച് നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ച് ഒരു 1/2 ഇഞ്ച് ഇവിടെ മടക്കി കൊടുക്കാം. നമ്മുടെ നെക്കിൻ്റെ ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഇതില്ലേ ലൈനിങ് കട്ട് ചെയ്തത് അത് നോക്കിക്കേ വെക്കുന്നത്. ഇതിപ്പോൾ ഇത് ഏതാ നല്ല വശം? അപ്പുറം നല്ല വശം, ഇത് ചീത്ത വശമാണ് കേട്ടോ. അപ്പം നല്ല വശവും
അടുപ്പിച്ച് വെക്കുക. ഇതിപ്പോൾ മുമ്പിൽ കാണുന്നത് നമ്മൾ മടക്കി അടിച്ച ഒരു വശമാണ് കേട്ടോ, മുമ്പിൽ കാണുന്നത് മോശവശം. എന്നിട്ടിതാ 1/4 ഇഞ്ച് വിട്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നെക്കടിക്കുന്ന നേരം നമ്മൾ തിരക്കൊന്നും കൂട്ടണ്ട, നമുക്ക് ടൈം എടുത്തിട്ട് തന്നെ മെല്ലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതാ ഇങ്ങനെ അടിച്ചാൽ കൃത്യ കോർണറിൻ്റെ അവിടെ 1/4 ഇഞ്ച് അകലത്തിൽ വരുന്നേരം അവിടെ നിർത്താം. നമ്മളിപ്പോൾ കോർണറിൻ്റെ അവിടെ എത്താനാകുന്നേരം ജസ്റ്റ് നമ്മളൊന്ന് എന്താ പറയുക, നീ മെല്ലെ മെല്ലെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് കറക്റ്റ് ഇത് പിടിച്ചാൽ കിട്ടും മെഷീനെ. അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റിൽ അങ്ങ് പോയാൽ ചിലപ്പോൾ നമ്മൾ എവിടെയാണോ വിചാരിക്കുക അതിൻ്റെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് നൂല് കട്ട് ചെയ്ത് മാറ്റി പിന്നെയും ഇങ്ങോട്ട് വന്നിട്ട് അടിക്കാൻ ഒരു വിഷമമില്ല. അതുകൊണ്ട് നമ്മൾ മെല്ലെ തന്നെ പതിയെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതാ ഞാനിങ്ങനെ സ്ക്വയർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോർണർ നോക്കിയാൽ കറക്റ്റായി നമ്മുടെ നൂല് കട്ടാവാതെ ആ ഒരു കോണ വരുന്നത് വരെ നമുക്കൊന്ന് കട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയാണ് വരേണ്ടത്, ഇങ്ങനെ ബാക്കോട്ടാക്കിയിട്ട് ഇങ്ങനെ വരേണ്ടത്. അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് എല്ലാ വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത വശം ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ തുണി എന്തെങ്കിലും മടങ്ങിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിവരട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനോ എളുപ്പമാണ്, പെട്ടെന്ന് മടങ്ങി കിട്ടും. എന്നിട്ട് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് പതച്ചടിച്ച് കൊടുക്കാം. പതച്ചടിക്കൽ എങ്ങനെയാണെന്നറിയില്ല. ലൈനിങ് ഇപ്പോൾ നല്ല പീസിലല്ലാണ്ട് ലൈനിങ്ങിൻ്റെ തറ്റ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ തറ്റ വെച്ചിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ കോർണർ വരുന്നേരം അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, തുണി മടങ്ങിപ്പോകൊന്നും ചെയ്യല്ലേ. മടങ്ങിപ്പോകാണ്ട് കറക്റ്റ് കോർണറിൻ്റെ അവിടെ മാത്രം കുത്തി എന്നിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തുണീൻ്റെ മുകളിൽ തുണി മടങ്ങാതെ ഈ ഒരു കറക്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ട ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ മാത്രമായിട്ടാണ് വേണ്ടത് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് നോക്കിയേ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോക്കെല്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാർ എന്തിനാ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്തരത്തിലുള്ള വീഡിയോ വേണ്ട കമൻറ്റ് അയക്കുക. ഞാൻ എന്താ വെച്ചാൽ എനിക്കാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും. അത് പിന്നെ ഓരോന്ന് 1 by 1 ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. ചിലവരെല്ലാം ഓരോന്ന് എന്താ വെച്ചാൽ പലതും സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഞാൻ ചെയ്യും. പക്ഷേങ്കിൽ ഓരോന്ന് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നൈറ്റി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത നൈറ്റിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ എന്നിട്ട് ബാക്കോട്ടേക്ക് മറിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ പതിച്ചടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തുണി പെട്ടെന്ന് തന്നെ ബാക്കോട്ടേക്ക് മറിക്കാൻ പറ്റും. ഇതേ നോക്കിയാൽ നമുക്ക് അളവ് കറക്റ്റ് 5 ഇഞ്ച് കിട്ടുന്നില്ല. ഇവിടെ വീതി ലെങ്ത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6.25 കിട്ടും കേട്ടോ. മേലെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് 6.25. ഇതിൻ്റെ ഒരു മേലയിൽ ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ 1/2 ഇഞ്ചോളം വേണം അവിടെ. ഞാനിതൊരു 1/4 ഇഞ്ചിൻ്റെ അളവേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് നോക്കിയാൽ ബാക്ക് നല്ല നീറ്റില്ലേ, ബാക്കെല്ലാം കാണും. ഇത് നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ തുന്നി കൊടുക്കുക, എന്നേരം നല്ല നീറ്റായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്നേരം നമ്മൾ പുറത്ത് കാണില്ലേ. ഹെമ്മിങ് ചെയ്യുന്ന ഏറ്റവും നല്ല. ഞാൻ ഇത് ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തറ്റ വെച്ചിട്ട് അന്നേരം നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും. നെക്ക് കാണുക. അപ്പോൾ ചില നമ്മളിപ്പോൾ പുറമേ നിന്നെല്ലാം വാങ്ങുന്ന റെഡിമെയ്ഡ് ഡ്രസ്സിലെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്, നെക്കിൻ്റെ സ്റ്റിച്ച് പുറത്ത് കാണുകയില്ല, എല്ലാം ബാക്കിലായിരിക്കും, മുമ്പിൽ ഒരു സ്റ്റിച്ചും ഉണ്ടാവില്ല. ആ ഒരു രീതി വേണം. നമുക്കിപ്പോൾ ഈ ടോപ്പ് സ്റ്റിച്ചും വേണമെന്നില്ല. നമുക്കിപ്പോൾ ഒരു ലൈനിങ് ഉള്ള ഡ്രസ്സാണെങ്കിൽ ആ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ഈ ബാക്കിൽ പോയ പീസില്ലേ, അത് ഇപ്പോൾ ഹെമ്മിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലൂടെ അല്ലേ ചെയ്യാൻ. പക്ഷേങ്കിൽ ലൈനിങ് ഉള്ളതാണ്, ആ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അന്നേരം ഈ ഒരു ക്ലോത്തിലൊരു സ്റ്റിച്ച് നമ്മൾ കാണില്ല കേട്ടോ. പക്ഷെ അതെല്ലാം ഇനി വഴിയെ ഓരോ ഡ്രസ്സ് ചെയ്യുന്നേരം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ പറയുന്നേരം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഫസ്റ്റത്തെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സ്ക്വയർ ആയിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി രണ്ടാമത്തേന്നല്ല ഒരേ തന്നെയാണ്. ഒന്ന് ക്യാൻവാസ് വെക്കുന്നു, ഒന്ന് ക്യാൻവാസ് വെക്കുന്നില്ല. ആ ഒരു ഡിഫറൻറ്റേ ഉള്ളൂ. പക്ഷേ ക്യാൻവാസ് വെച്ചിട്ടും ക്യാൻവാസ് വെക്കാതെ അളവിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ക്യാൻവാസ് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അളവൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഇത് വേസ്റ്റ് ആക്കാതെ എങ്ങനെ കട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് 2.5 അല്ലേ നെക്ക് വരുന്നത്. അപ്പോൾ 1 ഇഞ്ച് ക്യാൻവാസ് നമുക്ക് പുറമെ അവിടെ വേണ്ട പക്ഷേ അങ്ങനെ 3.5 വീതിയും താഴെ 6.5 നമുക്ക് വേണം കേട്ടോ. കഴുത്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി, അങ്ങനെ 7.5 നീളത്തിലും കൂടിയിട്ട് ഞാനൊരു ക്യാൻവാസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും തന്നെ വേസ്റ്റ് ആക്കാതെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറക്റ്റ് അളവ് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ക്യാൻവാസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മടക്കി വെച്ചിട്ട് മാർക്ക് ചെയ്യാനെല്ലാം ചെയ്യാം. പിന്നെ വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ആവശ്യമുള്ള വശവും പിന്നെ കട്ട് ചെയ്യേണ്ട വശവും ഉൾപ്പെടുത്തിയ ഒരു അളവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് 3.5 ഇപ്പുറത്തേക്ക് 7.5 ഞാൻ മാർക്ക് ചെയ്ത് താഴോട്ടേക്ക് അങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത്ര മാത്രം മതി കേട്ടോ.
എന്നാലും ഇതിൽ നമ്മളിപ്പോൾ നടുവിലിപ്പോൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് പോകുന്ന വിഷയം എന്താ പറയുക, ഈ പീസ് അതൊരു വേസ്റ്റ് ആവും. പക്ഷേ അതും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. മാക്സിമം നമ്മൾ വേസ്റ്റ് ആക്കാതെ നമ്മൾ തുണിയായാലും എന്തായാലും വേസ്റ്റ് ആക്കാതെ എടുക്കുക കേട്ടോ. ഇനി ഇതാ ക്യാൻവാസ് കട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയേ, കറക്റ്റ് 2.5. നമുക്ക് 2.5 അല്ലേ വേണ്ടേ, കറക്റ്റ് 2.5 മാർക്ക് ചെയ്യുക. പിന്നെ നമ്മളിതാ നീളത്തിലാകുന്ന നേരം നമ്മൾ എന്താക്കണോ, 6 അല്ലേ വേണ്ടേ, 6.5യോളം ഞാൻ നീളത്തിലെടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഷോൾഡർ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന നേരം ഷോൾഡറിന് 1/2 ഇഞ്ച് അവിടെ പോകും. അതുകൊണ്ട് കേട്ടോ 6.5 എടുക്കുക. മറ്റേതെന്ന് വെച്ചാൽ നീളം കറക്റ്റ് എടുത്ത് വീതി കുറച്ചെടുത്തു. ഈ ക്യാൻവാസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീതി കറക്റ്റ് എടുത്ത് നീളം ഒരു 1/2 ഇഞ്ചോളം കൂടുതൽ, പിന്നെ എക്സ്ട്രാ വരുന്ന 1 ഇഞ്ചാണ്. അത് നമുക്ക് ആവശ്യമുള്ള വശമാണ് കേട്ടോ. 1 ഇഞ്ച് അതേ വേണ്ടു, ഈ നടുവുള്ള പീസ് ആവശ്യമില്ല. എന്നിട്ട് ഇതാ 6.5 എടുത്ത് അതിൽ 1/2 ഇഞ്ച് ഇതിപ്പോൾ നമ്മളിതാ ഷോൾഡറിന് അവിടെ പോകും. അപ്പോൾ ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് നമുക്ക് വരഞ്ഞു കൊടുക്കാം കേട്ടോ. നോക്കി എങ്ങനെ വരയുന്നത്, ഇങ്ങനെ 1/2 ഇഞ്ച് കറക്റ്റ് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള വശം അതായത് നമ്മളെ നെക്ക് 6 നീളവും 2.5 ഇഞ്ച് വീതി, അതാണ് നെക്ക്. അപ്പോൾ നമ്മൾ ഇനി കട്ട് ചെയ്യുന്നേരം ഈ കറക്റ്റ് നെക്ക് എത്രയാണോ വേണ്ടത് ആ നെക്ക് മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ നോക്കിക്കേ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള. ഇതിപ്പോൾ ഇതാ ഇതിന് ഒരു ലൈനിങ് പീസും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ്ങോ നമ്മളിപ്പോൾ ഏത് പീസായാലും മതി. ഇതിൻ്റെ ബാക്കിൽ വെക്കാൻ ഒരു ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കാൻ ഒരു പീസ് വേണ്ടേ. അതിനിപ്പോൾ എത്രയാണ് വേണ്ടത്, ഇതാ കറക്റ്റ് ഒരു സ്ക്വയറുള്ള പീസ് എടുക്കുക. അപ്പോൾ മേലയിൽ നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമില്ല. 3 സൈഡിൽ ഒരു 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ തുണി എടുക്കുക. ഇതാ നോക്കിയേ, ഇതിങ്ങനെ മടക്കിക്കഴിഞ്ഞാൽ ഇതാ ആ സൈഡും കിട്ടണം, ഈ താഴെയുള്ള സൈഡും കിട്ടണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ തുണി എടുക്കുക. ഒരു 1/2 ഇഞ്ച് മതിയാവും. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ 1 ഇഞ്ചല്ലേ നമ്മൾ ക്യാൻവാസിൻ്റെ ഇത് വരുന്നുള്ളൂ, എന്താ വെച്ചാൽ അകലെ 1 ഇഞ്ചല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1/2 ഇഞ്ച് മതി. 1 ഇഞ്ചോളം എന്താ വെച്ചാൽ ക്യാൻവാസ് കടന്നിട്ട് തുണി ആവാൻ പാടില്ല. കറക്റ്റ് 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിവർത്തി കഴിഞ്ഞാൽ ക്യാൻവാസ് അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അത് മേലയിൽ തയ്യൽ തുമ്പ് ആവശ്യമില്ല കേട്ടോ. ഇതാ സെൻറ്ററിൽ അവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് അതേപോലെ ഇതാ ക്യാൻവാസിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായി നമുക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റ് ഇതാ കോർണറിൻ്റെ അവിടെ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് നോക്കിയാൽ അവിടെ വെച്ച് നിർത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇത് നോക്കിയാൽ ഇങ്ങോട്ട് ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ആ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ മടക്കി അടിക്കണം എന്ന് പറഞ്ഞാൽ അതവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഉള്ളിൽ നമ്മൾ നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനുവെച്ചാൽ നമ്മൾ നെക്ക് ചില സമയത്ത് ഇപ്പോൾ അവിടെ കട്ട് ചെയ്താൽ ചിലപ്പോൾ മലന്ന് പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നെക്കിന് വിടുത്ത് കൂടും. അതുകൊണ്ടാണ് കേട്ടോ ഈ കറക്റ്റ് അളവായി ലാസ്റ്റ് കട്ട് ചെയ്തത്. പിന്നെ ഇതാ നമുക്ക് ഈ ഒരു പീസ് ശരിക്കും പറഞ്ഞാൽ ഇത് വേണ്ടിയില്ല, എന്നാലും നമ്മൾ വെറുതെ ഒന്നും വേസ്റ്റ് ആക്കരുതല്ലോ. നമ്മളിപ്പോൾ തയ്യൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ മക്കൾക്കെല്ലാം തയ്ച്ചു കൊടുക്കുന്നതല്ലേ. അപ്പോൾ മക്കൾക്കുള്ള നെക്കിന് ഈ ഒരു പീസ് മതിയാവും. അപ്പോൾ നെക്കലടിക്കുന്നേരം അത് നമ്മൾ നേർക്ക് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് നെക്ക് അതിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാ ഇത് നോക്കിയേ കറക്റ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഇസ്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യമൊക്കെ പണ്ട് കാലത്തുള്ള ക്യാൻവാസ് വരികയെന്ന് വെച്ചാൽ ഇസ്തിരി ഇടാത്ത നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ക്യാൻവാസാണ് വരുന്നത്. ഇപ്പോൾ എല്ലാത്തിനും ഇസ്തിരി ഇടുന്ന ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അവിടെ ഒട്ടി നിൽക്കുമല്ലോ. പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 3 സൈഡിൽ 1/2 ഇഞ്ച് മതി. ഇപ്പോൾ 1/2 ഇഞ്ചിൽ കുറച്ചും കൂടുതലുണ്ട്. അടിച്ച് ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത പീസെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് 1/2 ഇഞ്ച് മാത്രമായിട്ട് വെക്കാമെന്ന്. എന്നിട്ട് ഇപ്പോൾ ഇതാ ഇസ്തിരി ഇട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതാ 1/2 ഇഞ്ച് ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ മിഷ്യൻ്റെ ഈ ടേബിളും ഈ ക്യാൻവാസും ആ തുണിയെല്ലാം ഏകദേശം ഒരേ കളറാണ്. അവിടെ നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ. ഇതാ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ക്യാൻവാസുമായിട്ട് ആ സൈഡ് നമുക്ക് തയ്ച്ചു കൊടുക്കണം കേട്ടോ. ആ 3 സൈഡും ഒരു മടക്ക് മതി, 2 മടക്കൊന്നും വേണ്ട. 1 മടക്ക് ക്യാൻവാസിൽ വെച്ചിട്ട് കറക്റ്റ് തയ്ച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ തുണിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കണേ. മടക്കി വെച്ചിട്ട് സെൻറ്ററിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇങ്ങനെ തുണി വെച്ച് അതിൻ്റെ മുകളിൽ ഇതാ അവിടെ കട്ട് ഉണ്ടല്ലേ, അത് സെൻറ്ററിൽ അടയാളപ്പെടുത്തിയതാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു ലൈന് കൊടുക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ നമ്മൾ ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ താഴെ കറക്റ്റ് നടുവ് തന്നെയാന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഫസ്റ്റ് ചെയ്യുന്നവരെല്ലാം ഇങ്ങനെ ചെറിയൊരു ലൈൻ കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സെൻറ്ററിൽ മനസ്സിലാവും. ഇപ്പോൾ ഇതാ നേരിയ ലൈനാണ്, നമുക്ക് മാത്രം മനസ്സിലായാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ ലൈന് കൊടുത്തത്. എന്നിട്ട് ഇതാ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. മധ്യത്തിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 ഇഞ്ചല്ലേ ഞാൻ പറഞ്ഞത്, ആ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ. ഇതാ നോക്കിയേ
ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വെച്ച് നമുക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഞാൻ വളരെ സ്ലോയിലാണ് പറയുന്നത്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ട് കേട്ടോ ഞാനിങ്ങനെ ഇത്രയും സ്ലോയിൽ പറയുന്നത്. അപ്പോൾ ഇത് അറിയുന്ന എത്രയോ പേരുണ്ടാവും, അറിയുന്നവർ വീഡിയോ കാണാൻ നിൽക്കണ്ട. എന്താ വെച്ചാൽ അറിയുന്നതിനെ കണ്ടിട്ട് നമുക്ക് കാര്യമില്ല, നമ്മൾ കാണുന്നതിൽ എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ. അപ്പോൾ അറിയാത്തവരെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. പിന്നെ അറിയുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. കാണരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യാതെ എന്താ വെച്ചാൽ പോകല്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. സൈഡെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ തുണിയിലേക്ക് നല്ല വശമാണേ വെക്കുന്നത്, നിങ്ങൾ നോക്കണേ. എന്നിട്ട് സെൻറ്ററിൽ നമുക്ക് ഈ ക്യാൻവാസ് എത്തുന്ന അവിടം വരെ അടിച്ചു കൊടുക്കുക. ക്യാൻവാസിൻ്റെ മുകളിൽ അടിക്കരുത്, അവിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഇതെന്താ പറയുക, ഈ ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്നീന് കേട്ടോ. അങ്ങനെ അടിച്ച് എന്നിട്ട് തറ്റ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. തറ്റ വെച്ചിട്ടെന്ന് വെച്ചാൽ ക്യാൻവാസിന് തട്ടാതെ തുണിയുടെ തറ്റ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ മേലയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ക്യാൻവാസിന് തട്ടാതെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മേലയിൽ അവിടെ തട്ടിയല്ലോ എന്ന് പറയാം. അപ്പോൾ മേലെ നമ്മൾ കട്ട് ചെയ്യേണ്ട പീസാണ്. അപ്പോൾ നമ്മളൊരു വരണം കൊടുത്തിട്ടില്ലേ, അതിൻ്റെ വരൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് വേണം മേലയിൽ ഇത് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് കോർണറിലെത്തുന്നിട്ട് ആ കോർണറിൽ സൂചി കുത്തി വെച്ചിട്ട് വേണം ഇപ്പുറത്തേക്ക് ഇതാക്കി കൊടുക്കുക, തിരിച്ചു കൊടുക്കുക കേട്ടോ. അത് നമ്മളിപ്പോൾ ഈ സ്ക്വയർ നെക്കും ഇങ്ങനെ ഈ കോർണർ വരുന്ന നെക്കെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ കോർണർ എന്നാൽ കറക്റ്റ് സൂചി കുത്തി വെക്കുക, എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ആ ഒരു രീതിയിൽ വേണം കേട്ടോ. അന്നേരം നമ്മുടെ ഈ നെക്ക് കറക്റ്റ് നല്ല പെർഫെക്റ്റ് കോർണറെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വേണമെന്നില്ല, എന്നാലും ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്തോളൂ. ഞാൻ ഇപ്പോൾ മേലെയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേലയിൽ ക്യാൻവാസിൻ്റെ മുകളിൽ എന്തായാലും സ്റ്റിച്ച് വീഴും, എന്ന് വെച്ചാൽ മേലെ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ, അത് നമ്മൾ ഷോൾഡറിന് പോകുന്ന പീസായതുകൊണ്ട് നമ്മളവിടെ കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ക്യാൻവാസ് വെക്കുന്നത് കൊണ്ടാണ് ഇത് കറക്റ്റ് എന്താ പറയുക, ഇതിൻ്റെ വീതിയിലൊന്നും യാതൊരു ചേഞ്ചും വരില്ല കേട്ടോ, കറക്റ്റ് വീതി തന്നെ ആയിരിക്കും. എന്നിട്ട് നോക്കിയേ, കോർണറിന് വെച്ചിട്ട് ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ മറ്റേതിൽ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ഈ സ്റ്റിച്ചിന് തട്ടാതെ കട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ കൈയോട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരിക്കൽ ഞാൻ ഈ സ്റ്റിച്ചിങ് ഒന്നും പഠിക്കാത്ത ടൈമിൽ ഞാൻ ഒരു ഷോപ്പിൽ പോയവരുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കും, ഇങ്ങനെ നെക്കും കൈൻ്റെ ആം ഹോളെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തിനാ ഇങ്ങനെ പ്രസ്സാക്കുന്നത്, നമ്മൾ അതൊരു മാജിക്കാണ്. അപ്പോൾ എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, എന്തോ ഒരു മാജിക്ക് ചെയ്യാൻ പോകുന്നു. പിന്നെ ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം ഇതിങ്ങനെയാണെന്ന് മനസ്സിലായത്. എന്നിട്ട് നമ്മൾ ഇതും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തറ്റ വെച്ച് നമ്മൾ ഇപ്പോൾ ക്യാൻവാസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമ്മൾ നല്ല പീസിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനേ പാടില്ല. ക്യാൻവാസിൻ്റെ മുകളിൽ വെച്ചിട്ട് 3 സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ നെക്കെല്ലാം വളരെ ഈസിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ, പക്ഷെങ്കിൽ ചെയ്യുന്നേരം വളരെ സ്ലോലി ചെയ്യണമെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇടുപിടിയൊന്നും പറഞ്ഞിട്ട് നെക്കൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, വളരെ സ്ലോലി. മറ്റുള്ളതെല്ലാം നമുക്ക് അത്രയും ഫാസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം, നെക്ക് ചെയ്യുന്നേരം വളരെ സ്ലോലി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ പെർഫെക്റ്റ് ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. ഈ 3 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇതിൻ്റെ ബാക്ക് നോക്കിയേ, കണ്ടോ? ഇങ്ങനെ നമ്മളിപ്പോൾ ഈ പതിച്ചടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് മടക്കാൻ പറ്റും. കോർണറെല്ലാം കറക്റ്റ് തന്നെ നമ്മൾ കൈവച്ചൊന്ന് വൃത്തിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇസ്തിരി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 1/4 ഇഞ്ച് വെച്ചിട്ടാണ് 1/4 ഇഞ്ച് വെച്ചിട്ട് അടിക്കാം, അല്ലെങ്കിൽ ടോപ്പ് സ്റ്റിച്ചാണ് തറ്റ വെച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അത് നമ്മൾ ഇഷ്ടം കേട്ടോ. എന്ന് വെച്ചാൽ മറ്റേത് ഇതിലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ക്യാൻവാസ് വെച്ചിന് അതേപോലെ 1/4 ഇഞ്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിന് എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. സെയിം ലെങ്ത്തും സെയിം വിഡ്ത്തും സെയിം നെക്കുമാണ്, സെയിം തുണിയും തന്നെയാണ് രണ്ടും തമ്മിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ നെക്കൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻ്റ് ആക്കുക കേട്ടോ. നോക്കിയേ നെക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് നെക്കാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള അതൊന്ന് കമൻ്റ് ആക്കണേ. പിന്നെ അധികം നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതിന് തന്നെ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ ക്യാൻവാസ് വെച്ച് ചെയ്താൽ. ഇത് നോക്കിയാൽ കറക്റ്റ് വീഴ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ 6.5 താഴോട്ടേക്കും വരുന്നുണ്ട്. ഇപ്പോൾ മടക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, 1/2 ഇഞ്ച് അവിടെ മടക്കിക്കഴിഞ്ഞാൽ കൃത്യം 6 ഇഞ്ചാണ് കേട്ടോ ഇവിടെയും കിട്ടുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.